നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. പല വീടുകളിലും ഇപ്പോൾ പ്രായമായ അച്ഛനമ്മമാർ ഒറ്റയ്ക്കാണ്. അവരെ സഹായിക്കാനായി ജോലിക്കാരെയും വീട്ടിൽ നിർത്തുന്നവരുമുണ്ട്. എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ളവരെ നിർത്തുമ്പോൾ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലറിൽ പറയുന്നത്. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശവും പോലീസ് സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കുലറിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് സാമ്പത്തിക കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല. കൂടാതെ ഇവരെ ജോലിക്ക് നിർത്തുമ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും വേണം. ജോലിക്കാരെ കാണാൻ സ്ഥിരമായി സന്ദർശകർ വരുന്നുണ്ടെങ്കിൽ ആ വിവരം പോലീസിൽ അറിയിച്ച് അവരെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. വീടിന്റെ മുൻവാതിലിൽ പീപ്പ് ഹോൺ സ്ഥാപിക്കുക. അതുവഴി സന്ദർശകരെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രം അകത്ത് പ്രവേശിപ്പിക്കുക. വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വരുന്ന ജോലിക്കാരുടെ വിവരങ്ങളും പരിശോധിക്കുക. ഈ സമയം പ്രായമുള്ള അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ പ്രവേശനം അനുവദിക്കാതിരിക്കുക. മറ്റാരുടെയെങ്കിലും സാന്നിധ്യം ഉറപ്പാക്കിയ ശേഷം മാത്രം പ്രവേശിപ്പിക്കുക. കൈവശം സൂക്ഷിക്കുന്ന താക്കോലുകൾ എളുപ്പം കാണാവുന്ന രീതിയിലോ പതിവായി ഒളിപ്പിക്കുന്ന സ്ഥലങ്ങളിലോ സൂക്ഷിക്കരുത്. ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളതെങ്കിൽ അത് അയൽക്കാരെയും അറിയിക്കുക. കൂടാതെ ഡോർ അലാം അടക്കമുള്ള സുരക്ഷാ ഉപകരണങ്ങളും സ്ഥാപിക്കുവാനും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മുതൽ പ്രായമായവർ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക.